എൻ്റെ പേര് റിജോരാജ് പണിക്കർ. ഞാൻ നിങ്ങൾക്ക് +2 ബയോളജിയിലെ ബോട്ടണിയുടെ പോർഷൻസാണ് എടുക്കുന്നത്. ഇപ്പോൾ +2 ബയോളജിയിൽ ബോട്ടണിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അതെല്ലാം നമ്മൾ +1 പഠിച്ച ചാപ്റ്റേഴ്സിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് വരുന്നതാണ്. ഇപ്പം +2 ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കുന്നത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്റർ എന്ന് പറയുന്നത് +1 നിങ്ങൾ പഠിച്ച ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററുകളുടെയൊക്കെ ഒരു ഫോളോ അപ്പ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ചാപ്റ്ററുകളും അതിനകത്തെ പോർഷൻസും ഒക്കെ നന്നായി മനസ്സിലായ ഒരാൾക്ക് +2 പോർഷൻസും വളരെയധികം എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ +2 വളരെ കുറച്ച് ചാപ്റ്ററുകൾ മാത്രമേ ബോട്ടണിക്കുള്ളൂ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഫിഗർ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതും അല്ലാതെ തന്നെ വൺ വേർഡ് ആയിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻസ് എല്ലാം ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയകളാണത്. അപ്പോൾ ആ പോർഷൻസ് എല്ലാം വളരെ നന്നായി മനസ്സിലാക്കി പഠിച്ചെങ്കിൽ അതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ഏരിയയെക്കുറിച്ചാണ്. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ റീപ്രൊഡക്ഷൻ തന്നെ പല ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പല മെത്തേഡ്സുകളുണ്ട് എന്ന് നമ്മൾ ഇതിനോടകം +1 ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. വെജിറ്റേറ്റീവ് ഉണ്ട്, അതോടൊപ്പം തന്നെ എസെക്ഷൽ ഉണ്ട്, ദെൻ അതിനകത്ത് പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഹെഡിങ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നാണ് ആ ഹെഡിങ്ങിനകത്ത് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടാറുണ്ട്. അത് നമ്മൾ +1 പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. പ്ലാന്റ് കിങ്ഡത്തിനകത്ത് ഏറ്റവും ടോപ്പ് ലെവലായ ആൻജിയോസ്പേം പ്ലാന്റ്സുകളെ നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ ഈ ഹെഡിങ് തന്നെ മീൻ ചെയ്യുന്നത് റീപ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഫ്ലവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ്, അവരെയാണ് നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ആൻജിയോസ്പേംസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നായിരിക്കും. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്താണ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ഹൈസ്കൂൾ സെക്ഷൻ മുതലേ പഠിക്കുന്നതായിരിക്കും. മെച്യൂറായിട്ടുള്ള ഓർഗാനിസങ്ങൾ ആ മെച്യൂർ ഓർഗാനിസത്തിൽ നിന്ന് പുതിയ ന്യൂലി ബോൺസ് ആയിട്ടുള്ള ഓർഗാനിസങ്ങൾക്ക് ബർത്ത് കൊടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ ആ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓർഗാനിസംസ് പല വേ ഓഫ് മെത്തേഡുകൾ ഫോളോ ചെയ്താണ് അവർ ഓസ്പ്രിങ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൻ്റെ ഒരു ചെറിയ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഡയറക്റ്റ് പോകുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സുകളിലേക്കാണ് അല്ലേ. അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ഗ്രൂപ്പിനെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കുമെന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ എക്സാക്ട് നെയിം എന്ന് പറയുന്നത്, അതാണ് ആൻജിയോസ്പേം പ്ലാന്റ്സ്. അപ്പോൾ +1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന 2 ചാപ്റ്ററുകളിൽ നിന്നായി ആൻജിയോസ്പേം പ്ലാന്റ്സുകളുടെ ജനറൽ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താണ് ആൻജിയോസ്പേം പ്ലാന്റ്സുകളുടെ ജനറൽ ക്യാരക്ടേഴ്സിനകത്ത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞതിനകത്ത് പ്ലാന്റ് കിങ്ഡത്തിനകത്ത് ഏറ്റവും ഹൈ ഓർഡറിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ടോപ്പ് ലെവലിൽ വരുന്ന ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻജിയോസ്പേം പ്ലാന്റ്സുകൾ. അപ്പോൾ ആൻജിയോസ്പേം പ്ലാന്റ്സുകളുടെ ക്യാരക്ടേഴ്സ് പറഞ്ഞപ്പോൾ അതിലെ ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു ദേ ആർ ഓൾവേസ് നോൺ ആസ് അല്ലെങ്കിൽ ആൾസോ നോൺ ആസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നൊരു പേരിലൂടെ നമ്മൾ ആൻജിയോസ്പേം പ്ലാന്റ്സുകളെ അറിയപ്പെടാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ പോയിന്റ് ആയിരുന്നു റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഫ്ലവേഴ്സിനെ യൂസ് ചെയ്യുന്ന ഗ്രൂപ്പാണ് അവർ അല്ലേ. അപ്പോൾ അവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആകുന്നത് ഫ്ലവേഴ്സിനെ വെച്ചാണ്. അപ്പോൾ അത്തരത്തിൽ ഫ്ലവേഴ്സിനെ വെച്ച് റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആക്കുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിനകത്ത് അല്ലെങ്കിൽ ആൻജിയോസ്പേം പ്ലാന്റിനകത്തെ ഒരു ഫ്ലവറിൻ്റെ സ്ട്രക്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതാണ് ആ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ ഹൈസ്കൂൾ സെക്ഷനിൽ എന്ത് ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ടിപ്പിക്കൽ ഫ്ലവർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ടിപ്പിക്കൽ ഫ്ലവറിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട പാർട്സുകൾ, അതിൽ ഏറ്റവും ആദ്യം വരുന്നതാണ് സെപ്പൽ എന്ന് പറയുന്ന പാർട്ട്, അത് കഴിഞ്ഞ് വരുന്നതാണ് പെറ്റൽ എന്ന് പറയുന്ന പാർട്ട്, ദെൻ അതിനുശേഷം വരുന്നതാണ് ആംതർ എന്ന് പറയുന്ന പാർട്ട്, ദെൻ അത് കഴിഞ്ഞ് വരുന്നതാണ് ഫിലമെൻറ്റ്, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റിഗ്മ, അത് കഴിഞ്ഞ് വരുന്നതാണ് സ്റ്റൈൽ, ദെൻ ലാസ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് ഓവറി.
ഇതിൽ ഒരു ടേം കൂടി നമ്മൾ അഡീഷണലായിട്ട് എഴുതി ചേർക്കും. അതാണ് ഈ ഫ്ലവറിൻ്റെ ഏറ്റവും ബേസൽ പാർട്ടിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പാർട്ടിൽ കാണപ്പെടുന്ന തലാമസ് എന്നാണ് നമ്മളതിനെ അറിയപ്പെടുന്നത്. തലാമസ്. അപ്പോൾ തലാമസ് എന്നറിയപ്പെടുന്ന ഈ ബേസിലാണ് ഫ്ലവേഴ്സിൻ്റെ ബാക്കി ഫ്ലോറൽ പാർട്സുകളെ മൊത്തം കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ആദ്യം പറഞ്ഞ 2 പാർട്ടുകൾ അതാണ് സെപ്പൽ, ദെൻ അത് കഴിഞ്ഞ് വരുന്നതാണ് പെറ്റൽ. അപ്പോൾ ഈ സെപ്പൽ പെറ്റൽ എന്ന് പറയുന്ന ഈ 2 പാർട്ടുകളെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നത് അൺനെസസറി പാർട്സ് എന്നാണ്. ബാക്കി നമ്മൾ പറഞ്ഞ ഇത്രയും പാർട്സുകൾ ആന്തർ, ഫിലമെൻറ്റ്, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ഇതിനെല്ലാം നമ്മൾ അറിയപ്പെടുന്നത് നെസസറി പാർട്സ് എന്നാണ്. അപ്പോൾ എന്താണ് അൺനെസസറി, എന്താണ് നെസസറി? ഇപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സിനകത്ത് ആ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന പാർട്സുകളെയാണ് നമ്മൾ നെസസറി പാർട്സ് എന്നറിയപ്പെടുന്നത്. എന്നാൽ അത്രയധികം ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്ത പാർട്സുകളെയാണ് നമ്മൾ അൺനെസസറി പാർട്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ സെപ്പൽ പെറ്റൽ എന്ന് പറയുന്ന ഈ 2 പാർട്സുകൾ അൺനെസസറി പാർട്സിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ റീപ്രൊഡക്ഷനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ 2 പാർട്സുകളും അൺനെസസറിയാണ്. ഇനി എന്തുകൊണ്ട് ഇവരെ അൺനെസസറി എന്ന് വിളിച്ചു? ഇപ്പോൾ സെപ്പൽ എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷൻ, ഇപ്പോൾ ഫ്ലവേഴ്സ് അതിൻ്റെ ബഡായിരിക്കുന്ന കാലയളവ് മുതൽ അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നതാണ് സെപ്പൽസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. പെറ്റൽ എന്ന് പറയുന്നത് ഒരു ഫ്ലവറിനെ ഏറ്റവും ബ്രൈറ്റ്ഫുള്ളാക്കി മാറ്റുന്ന അല്ലെങ്കിൽ കളർഫുള്ളാക്കി മാറ്റുന്ന പാർട്ടാണ് പെറ്റൽ. അത് പലപ്പോഴും ഇൻസെക്ട്സുകളെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർഗാനിസങ്ങളെയും അല്ലെങ്കിൽ ചെറിയ ചെറിയ ജീവികളെയുമൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കാണപ്പെടുന്ന ഒരു പാർട്ടാണ് പെറ്റൽ. അപ്പോൾ ഇൻസെക്ട്സുകളെ ഫ്ലവേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആക്കാൻ വേണ്ടി കാണപ്പെടുന്ന പാർട്സാണ് പെറ്റൽ എന്ന് പറയും. അപ്പോൾ ഈ 2 പാർട്ട് ഇല്ലെങ്കിൽ പോലും ഒരു ഫ്ലവറിനകത്തെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ സെപ്പൽ പെറ്റൽ ഇല്ലെങ്കിൽ പോലും റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ അവരെ അൺനെസസറി പാർട്സ് എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ ഇതിന് ശേഷം നമ്മൾ പറഞ്ഞ പാർട്സുകൾ ആന്തർ, ഫിലമെൻറ്റ്, സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ഈ പാർട്ടുകളെല്ലാം തന്നെ ഒരു ഫ്ലവറിനകത്തെ അല്ലെങ്കിൽ ആ പ്ലാന്റിനകത്തെ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുകൾ ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ കീ റോൾ എന്ന് പറയും, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഫ്ലവർ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഫ്ലവറിലെ ആന്തർ എന്ന് പറയുന്ന പാർട്ട്, ദെൻ അത് കഴിഞ്ഞ് വരുന്ന ഫിലമെൻ്റ് എന്ന് പറയുന്ന പാർട്ട്, ഇത് രണ്ടും മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സുകളാണ്. ഇപ്പോൾ നമ്മളൊരു ഫ്ലവർ എടുക്കുകയാണെങ്കിൽ അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടാവും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടാവും. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നമ്മൾ എപ്പോൾ പഠിച്ചു കഴിഞ്ഞാലും അതിനകത്ത് മെയിൽ റീപ്രൊഡക്ഷൻ ഉണ്ടാവും, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ടാവും. ഇത് രണ്ടും ചേർത്തേ നമുക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫ്ലവറിലേക്ക് വരുമ്പോഴും ആ ഫ്ലവറിൽ മെയിൽ റീപ്രൊഡക്ഷൻ്റെ പാർട്ടായിട്ട് കാണപ്പെടുന്ന 2 പ്രധാനപ്പെട്ട പോർഷൻസാണ്. ഒന്ന് ആന്തർ, ദെൻ അത് കഴിഞ്ഞ് വരുന്നതാണ് ഫിലമെൻറ്റ്. ഇനി ഇതേ ഫ്ലവറിലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ വരുന്നതാണ് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്നറിയപ്പെടുന്ന ഈ പാർട്ടുകൾ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഫ്ലവറിൻ്റെ ഇത്രയും പാർട്സുകൾ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ റീപ്രൊഡക്ഷനെ ബേസ് നമ്മൾ പറഞ്ഞപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സും ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സും ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഇപ്പോൾ നമ്മൾ എൻസിആർടിയുടെ ടെക്സ്റ്റ് നമ്മൾ ഫുള്ള് വായിക്കുകയാണെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഭാഗത്ത് നമുക്ക് ഒരുപാട് പേരുകൾ റിപ്പീറ്റായിട്ട് കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ സ്റ്റേമൻ എന്ന് പറയുന്നൊരു പേര് നമുക്ക് ഇടയ്ക്ക് കേൾക്കാം, ആന്തർ എന്ന് പറയുന്നൊരു നെയിം കേൾക്കാം, മൈക്രോസ്പോർ എന്ന് പറയുന്ന നെയിം കേൾക്കാം. അപ്പോൾ ഇതെല്ലാം മെയിൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പാർട്സുകളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവയ്ക്കെല്ലാം ഓരോ പേരുകൾ കൊടുത്തത്? അപ്പോൾ ഇവ കാണപ്പെടുന്ന പൊസിഷൻ, ഇവയുടെ ഫങ്ഷൻ, ഒരു ഫ്ലവറിൻ്റെ ഗ്രോത്തിൻ്റെ പല സ്റ്റേജുകളിലായിട്ട് പല ഏരിയകളിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് ഇത്രയും പേരുകൾ അല്ലെങ്കിൽ ഇത്രയും ടൈപ്പ് ഓഫ് നെയിംസ് നമ്മൾ അതിനകത്ത് അറിയപ്പെടുന്നത്. ഇപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട പേരാണ് സ്റ്റേമൻ. കാരണം സ്റ്റേമൻ്റെ പാർട്ടിനകത്താണ് നമ്മൾ ആന്തർ, ഫിലമെൻറ്റ് എന്ന് പറയുന്ന ഈ 2 ടേമുകൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ ഈ ഒരു ഫിഗറിനകത്ത് ആന്തർ എന്ന ടീമും പറഞ്ഞു, ഫിലമെൻറ്റ് എന്ന് പറഞ്ഞ ടീം പറഞ്ഞു. അപ്പോൾ ഈ ആന്തറും
ദെൻ ഫിലമെൻറ്റും. ഇത് രണ്ടും വരുന്നത് സ്റ്റേമൻ എന്ന് പറയുന്ന ഒരു ഒറ്റ സ്ട്രക്ചറായിട്ടാണ്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ ഏറ്റവും വലിയൊരു ബേസിക് യൂണിറ്റ് എന്ന് വിളിക്കുന്നത് സ്റ്റേമൻസിനെയാണ്. ആ സ്റ്റേമൻസ് എന്ന് പറയുന്നത് 2 പാർട്സുകൾ കൺസിസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ ഒന്നാമത്തെ പാർട്ടാണ് ആന്തർ, രണ്ടാമത്തെ പാർട്ടാണ് ഫിലമെൻറ്റ്. അപ്പോൾ ഈ 2 ടേമുകൾ നമുക്ക് ഫെമിലിയറായി കഴിഞ്ഞു. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞ ടേം അതാണ് മൈക്രോസ്പോർ എന്ന് പറയുന്നത്, അല്ലേ? ഒരുപക്ഷെ നിങ്ങൾ പോളിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പോളൻ ഗ്രെയിൻസ് എന്ന പേരായിരിക്കും നമ്മൾ ഏറ്റവും ആദ്യം കേൾക്കുന്നത്. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസുകൾ എങ്ങനെ ഉണ്ടായി, എവിടെ ഉണ്ടായി, എങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പോളൻ ഗ്രെയിൻസിൻ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചറുകളെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് മൈക്രോസ്പോർ. അപ്പോൾ ഒരു ഫ്ലവറിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ ഏറ്റവും യൂണിറ്റ്, ബേസിക് യൂണിറ്റ് നമ്മൾ പറയുന്നത് സ്റ്റേമൻസ് ആണ്. ആ സ്റ്റേമൻസിൽ കാണപ്പെടുന്ന 2 പാർട്ടുകളാണ് ആന്തറും ഫിലമെൻറ്റും. അപ്പോൾ അതിലെ ആന്തർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ആന്തറിന് അകത്ത് കാണപ്പെടുന്ന സ്ട്രക്ചറുകളെയാണ് നമ്മൾ മൈക്രോസ്പോറുകൾ എന്ന് വിളിക്കുന്നത്. ഈ മൈക്രോസ്പോറുകൾ പിന്നീട് ഡെവലപ്പായി അവ മെച്യൂറാകുമ്പോഴാണ് അവയെ നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവയാണ് നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ഈ എല്ലാ പാർട്സിൻ്റെയും സ്ട്രക്ചർ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം വരുന്നത് ആന്തറിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റേമൻ എന്ന് പറയുന്നൊരു വലിയ പാർട്ടിൻ്റെ 2 ഭാഗമായി വരുന്നതാണ് ആന്തറും ദെൻ ഫിലമെൻറ്റും എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? അപ്പോൾ ടിപ്പിക്കൽ സ്റ്റേമൻ, ഈ ടിപ്പിക്കൽ സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക ഫ്ലവറുകളിൽ എടുക്കുമ്പോൾ ആ ഒട്ടുമിക്ക ഫ്ലവറുകളിലും കാണപ്പെടുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റേമൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ടിപ്പിക്കൽ സ്റ്റേമൻ എന്ന ടീം ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഒരു ടിപ്പിക്കൽ സ്റ്റേമൻ്റെ സ്ട്രക്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലെ 2 പാർട്സ്, ഒന്ന് ആന്തർ, ദെൻ അത് കഴിഞ്ഞ് വരുന്നതാണ് ഫിലമെൻറ്റ്. അപ്പോൾ ആന്തർ എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പം നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ആന്തർ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ കണ്ടോളൂ. ഈ സ്ട്രക്ചറിനെ നമ്മൾ അറിയപ്പെടുന്നതാണ് ബൈലോബഡ് സ്ട്രക്ചർ എന്നാണ് ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കാറുള്ളത്, ബൈലോബഡ് സ്ട്രക്ചർ. അപ്പോൾ ബൈലോബഡ്, ഈ ബൈ എന്ന വാക്കെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 2 എന്നാണ്. അപ്പോൾ 2 ലോബ് ലൈക്ക് സ്ട്രക്ചറുകളെ ചേർത്ത് ഒട്ടിച്ച് വെച്ചേക്കുന്ന ഈ ഒരു മെയിൻ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആന്തർ. ഇനി ഈ പറയുന്ന ലോബുകൾക്കിടയിലൂടെ നമുക്കിതാ ഇങ്ങനെ ഒരു ഗ്രൂവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെക്ഷൻ പോയിക്കുന്നത് കാണാം. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തീക്ക എന്നാണ് അതിനെ നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് തീക്ക സ്ട്രക്ചർ. ഇനി ആന്തറിൻ്റെ ഫോളോ അപ്പായി നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ ലോങ് ആയിട്ടുള്ള നാരോ ആയിട്ടുള്ള ഒരു സ്ലെൻഡർ സ്റ്റാൾക്ക് ലൈക്ക് സ്ട്രക്ചർ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിലമെൻറ്റ്. ഫിലമെൻറ്റിന് പ്രത്യേകിച്ച് ഒരു ഫങ്ഷൻ ഒന്നുമില്ല. ഫിലമെൻറ്റിൻ്റെ ഒരു ചെറിയ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആന്തറിനെ എക്സ്പോസ് ചെയ്ത് ഫ്ലവേഴ്സിനകത്ത് അറ്റാച്ച് ചെയ്ത് നിർത്തുക. അപ്പോൾ ആന്തറിനെ കുറച്ച് എക്സ്പോസ്ഡ് ആക്കി എന്നാൽ ഫ്ലവറിനകത്ത് തന്നെ അതിനെ എന്ത് ചെയ്യും വേണം, അറ്റാച്ച്ഡ് ആക്കി നിർത്തുകയും വേണം. അതിനുവേണ്ടി കാണപ്പെടുന്ന ഒരു നാരോ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലെൻഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൾക്ക് പോലെ കാണപ്പെടുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഫിലമെൻറ്റ്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന പാർട്സുകൾ അതിൻ്റെ സ്ട്രക്ചറിൻ്റെയൊക്കെ ഒരു ഏകദേശം ഇൻട്രോ നമുക്ക് കിട്ടിക്കാണാം, അല്ലേ? അപ്പോൾ ഇതേപോലെ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുകൾ പോലെ തന്നെ നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഒരു ഫ്ലവറിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ നമ്മൾ പറഞ്ഞ ഓരോ ടേമിനും അതേ ഈക്വൽ ആയിട്ടുള്ള ടേമുകൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനകത്ത് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൽ വരുന്ന പ്രധാനപ്പെട്ട നെയിംസ് അല്ലെങ്കിൽ പാർട്സുകളാണെന്ന് പിസ്റ്റിൽ, ദെൻ ഓവറി, ദെൻ ഒവ്യൂൾസ്. അപ്പോൾ അത് നമ്മളിങ്ങോട്ട് നേരത്തെ എടുത്ത ഫിഗറിലേക്ക് തന്നെ വീണ്ടും വരികയാണ്. ഈ ഒരു ഫ്ലവറിനകത്തെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പോർഷൻസ് ആണ് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലേ? അപ്പോൾ 1 സ്റ്റിഗ്മ, 2 സ്റ്റൈൽ, 3 എന്ന് പറയുന്നതാണ്
ഓവറി. ഈ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി എന്ന് പറയുന്നത് നമുക്ക് നിങ്ങൾ ഫിഗർ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇത് മൂന്നും കൂടെ കൂടി ചേർന്ന് ഒരൊറ്റ സ്ട്രക്ചറായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലേ. ഇതാ ഇവിടെ സ്റ്റിഗ്മയുടെ ഫോളോ അപ്പ് ആയിട്ട് വരുന്ന സ്റ്റൈല്, ദെൻ സ്റ്റൈലിൽ ഫോളോ അപ്പ് ആയിട്ട് വരുന്നതാണ് ഓവറി. ഈ 3 പാർട്ടുകളെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് പിസ്റ്റിൽ. ഓക്കെ ആണല്ലോ. ഇനി ആ പിസ്റ്റിലിനകത്ത് വരുന്ന മൂന്നാമത്തെ പാർട്ട്, ആ മൂന്നാമത്തെ പാർട്ടിനെ നമ്മൾ വിളിച്ച പേരാണ് ഓവറി. ഓവറി മീൻസ് ദ റീജിയൻ വെയർ ഒവ്യൂൾസ് ആർ ഫോംഡ്. അപ്പം നേരെ തിരിച്ച് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് പറഞ്ഞതും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് പറയും, രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കേ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ ബേസിക് യൂണിറ്റിനെ വിളിച്ച പേര് സ്റ്റേമൻ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിൻ്റെ ബേസിക് യൂണിറ്റ് നമ്മൾ വിളിക്കുന്ന പേര് പിസ്റ്റിൽ. സ്റ്റേമൻ എന്ന് പറയുന്നത് 2 പാർട്സുകൾ കൂടിച്ചേർന്നതാണ്, അതാണ് ആംതർ എന്നും ഫിലമെൻ്റ് എന്നും. പിസ്റ്റിൽ എന്നറിയപ്പെടുന്നത് 3 പാർട്സുകൾ കൂടിച്ചേർന്നതാണ്, സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി എന്നും. അതിലെ ആംതർ എന്നറിയപ്പെടുന്ന സ്ട്രക്ചറിന് അകത്താണ് മൈക്രോസ്പോറുകൾ കാണപ്പെടുന്നത്. ആ മൈക്രോസ്പോറുകൾ പിന്നീട് ഡെവലപ്പ് ചെയ്താണ് പോളൻ ഗ്രെയിൻസായി മാറുന്നത്. ഇനി ഓവറി എന്നറിയപ്പെടുന്ന ഒരു വലിയ സാക്കിലൈക്ക് സ്ട്രക്ചർ, അതിനകത്ത് കാണപ്പെടുന്ന സ്ട്രക്ചറുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്യൂൾസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ കണക്ക് ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ്. അതിലെ ഫസ്റ്റ് ടേമാണ് മൈക്രോസ്പോറോജെനിസിസ്, സെക്കൻഡ് ടേമാണ് മെഗാസ്പോറോജെനിസിസ്. അപ്പോൾ മൈക്രോസ്പോറോജെനിസിസ്, അപ്പോൾ മൈക്രോസ്പോറോ അതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ മൈക്രോസ്പോറോ. ഈ ടൈമിനകത്ത് വരുന്നതാണ് മെഗാസ്പോറോജെനിസിസ്. ഈ ഒവ്യൂളിനെ തന്നെയാണ് നമ്മൾ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്, അതാണ് മെഗാസ്പോസ്. അപ്പോൾ മൈക്രോസ്പോർ എന്നറിയപ്പെടുന്ന സ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വലിയ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോറോജെനിസിസ്. മെഗാസ്പോർ എന്നറിയപ്പെടുന്ന ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഡെവലപ്പ് ചെയ്ത് അതൊരു മെച്യൂർ ഫോമായി മാറുന്നതിനെ നമ്മൾ വിളിക്കുന്ന ആ ഒരു എൻറ്റയർ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെഗാസ്പോറോജെനിസിസ്. അപ്പോൾ ഈ 2 ടേമുകളെന്ന് അറിഞ്ഞിരിക്കുക. ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് മൊത്തവും മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ കുറിച്ചായിരിക്കും. അത് ഫുള്ളി കംപ്ലീറ്റഡ് ആയതിനു ശേഷമായിരിക്കും നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മളൊരു ഫ്ലവറിൻ്റെ സ്ട്രക്ചർ പറഞ്ഞ് തുടങ്ങിയതുകൊണ്ടാണ് നമ്മൾ ഇൻട്രൊഡക്ഷനകത്ത് ഈ 2 പാർട്ടുകളും ഒരുമിച്ച് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പോയ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനകത്തെ സ്റ്റേമനെ കുറിച്ച് പറഞ്ഞു. സ്റ്റേമൻ്റെ സ്ട്രക്ചറിനകത്ത് വരുന്ന ആംതർ, ദെൻ ഫിലമെൻറ്റ്, ഈ 2 സ്ട്രക്ചറുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. അതിനകത്ത് ആംതറിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ബൈലോബിഡ് സ്ട്രക്ചറാണ്, 2 ലോബിലേക്ക് സ്ട്രക്ചറുകൾ കാണപ്പെടുന്നുണ്ട്. ദെൻ ആ ലോബുകൾക്കിടയിൽ നടുക്കായി കാണപ്പെടുന്ന ഒരു സെപ്പറേറ്റ് ചെയ്ത് കാണപ്പെടുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് തീക്ക സ്ട്രക്ചേഴ്സ്. ദെൻ ഫിലമെൻറ്റ് നമ്മൾ പറഞ്ഞു വളരെ നാരോ ആയി കാണപ്പെടുന്ന ഒരു സിലിണ്ടർ ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഫിലമെൻ്റ് എന്നും പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് മൈക്രോസ്പോറോജെനിസിസ് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ മൈക്രോസ്പോറോജെനിസിസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മൈക്രോസ്പോറുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഈ ആംതറിൻ്റെ സെക്ഷൻ എടുത്ത് വേണം നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ +1 നമ്മൾ സെക്ഷൻ എടുക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ സെക്ഷൻ എന്തിനു വേണ്ടിയാണ്, സെക്ഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതാണ് ഈ ആംതറിനെ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യുന്നു. ഇവിടുന്ന് കട്ട് ചെയ്ത് അതൊരു ചെറിയ സെക്ഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിനെ നമ്മളൊരു മൈക്രോസ്കോപ്പിനകത്തേക്കാക്കി സ്റ്റെയിൻ ചെയ്ത് ഒരു മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ട്രക്ചറാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ആംതറിനെ നമ്മൾ സെക്ഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കതിൽ കാണാൻ സാധിക്കുന്ന ഒരു ഫിഗറാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളിനി ഏറ്റവും ആദ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്, മൈക്രോസ്പോറോജെനിസിസ്. ദെൻ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടിനകത്ത് ബേസിക് യൂണിറ്റിനകത്ത് വരുന്നതാണ് സ്റ്റേമൻ. ആ സ്റ്റേമൻ്റെ 2 പ്രധാനപ്പെട്ട പാർട്ടുകൾ, അതാണ് ആംതർ, ഫിലമെൻറ്റ്. ദെൻ ആംതർ എന്നറിയപ്പെടുന്നതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ ഏകദേശം പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആംതറിൽ കാണപ്പെടുന്ന 4 ലെയറുകളും അതിൻ്റെ ഫങ്ഷൻസും. അപ്പോൾ നമ്മൾ സെക്ഷൻ എടുത്ത് വെച്ച ആംതറിൻ്റെ ഫിഗർ നമ്മളിതാ നോക്കിയാണ്. അപ്പോൾ ഇതാണ് ആ സെക്ഷൻ എന്ന് പറയുന്നത്. എക്സാക്ട് സെക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആംതറിനകത്താണ് മൈക്രോസ്പോറുകൾ കാണപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു.
ഈ മൈക്രോസ്പോറാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് പോളൻ ഗ്രെയിൻസായി മാറേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ മൈക്രോസ്പോറിന് ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഡിസ്ട്രക്ഷൻസും സംഭവിക്കാതെ മൈക്രോസ്പോറുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ലെയറുകൾ കാണപ്പെടുന്നത്. അപ്പോൾ ആ ലെയറുകൾ ഏതൊക്കെയാണ്? 4 ലെയറുകളാണ് നമുക്ക് ആന്തറിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. അതിലെ ഫസ്റ്റ് ലെയറാണ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് നമുക്കറിയാം, +1 നിങ്ങൾ അനാട്ടമി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ അതിൽ ഒട്ടുമിക്ക എല്ലാ സ്ട്രക്ചറിൻ്റെയും അനാട്ടമി നമ്മൾ പഠിച്ചപ്പോൾ അവിടെയെല്ലാം ഏറ്റവും ഔട്ടർ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ലെയറായി കാണപ്പെട്ടുകൊണ്ടിരുന്നത് എപ്പിഡെർമിസ് ആണ്. എപ്പിഡെർമിസിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോത്തീഷ്യം. തേർഡ് ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിഡിൽ ലെയേഴ്സ്. ഫോർത്ത് ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടപ്പീറ്റം. അപ്പോൾ ഈ 4 ലെയറുകൾ നമുക്കിതാ ഈ ആന്തറിൻ്റെ സ്ട്രക്ചറിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഏറ്റവും ഔട്ടർ മോസ്റ്റായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസിന് തൊട്ട് താഴെയായി കാണപ്പെട്ടിരുന്ന ലെയറായിരുന്നു എൻഡോത്തീഷ്യം. എൻഡോത്തീഷ്യത്തിനും താഴെയായി കാണപ്പെട്ടുകൊണ്ടിരുന്ന ലെയറായിരുന്നു മിഡിൽ ലെയർ. ദെൻ അതിൻ്റെയും ഏറ്റവും താഴെയായി കാണപ്പെട്ടുകൊണ്ടിരുന്ന ലെയറായിരുന്നു ടപ്പീറ്റം. ഈ 4 ലെയറുകൾ കഴിഞ്ഞ് ഈ ഒരു സെൻട്രൽ പോർഷൻ കണ്ടല്ലോ, ഇവിടെയായിട്ടാണ് നമുക്ക് മൈക്രോസ്പോറുകളെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ മൈക്രോസ്പോറുകൾ ഫോം ചെയ്യുന്നതും മൈക്രോസ്പോറുകൾ ഡെവലപ്പ് ചെയ്യുന്നതും ഈ കാണിച്ചേക്കുന്ന ഒരു 4 ക്യാവിറ്റി ലൈക്ക് സ്ട്രക്ചറാണ്. ഈ ക്യാവിറ്റി ലൈക്ക് സ്ട്രക്ചറൊക്കെ എങ്ങനെ വന്നു നമുക്കറിയാം. ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് ലോബ് ലൈക്ക് സ്ട്രക്ചറുകളും ദെൻ തീക്ക ലൈക്ക് സ്ട്രക്ചറും കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഈ 4 ലെയറുകളുടെ ഫങ്ഷൻ എന്താണ്? ഇപ്പം ആദ്യത്തെ ഫസ്റ്റ് 3 ലെയേഴ്സ് ഏതൊക്കെയായിരുന്നു? എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയർ. ഈ 3 ലെയറുകളുടെയും ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ മാത്രമാണ്. അപ്പോൾ എക്സ്റ്റേണലായി ഒരു തരത്തിലുള്ള ഡിസ്ട്രക്ഷൻസും ഈ പറയുന്ന കണക്ക് മൈക്രോസ്പോറുകൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവയെ പ്രൊട്ടക്റ്റ് ചെയ്ത് കാണപ്പെടുന്നു. അതാണ് ഈ 3 ലെയറുകളുടെ ഫങ്ഷൻ. എന്നാൽ 4ാമത് കാണപ്പെടുന്ന ലെയർ, അതിൻ്റെ പേരായിരുന്നു ടപ്പീറ്റം. ടപ്പീറ്റത്തിന് ഈ 3 ലെയറുകളെക്കാളുമൊക്കെ അഡീഷണലായിട്ട് ഒരു ഫങ്ഷൻ കൂടിയുണ്ട്. ടപ്പീറ്റം ഹൈലി ന്യൂട്രിറ്റീവ് ആണ്. ഹൈലി ന്യൂട്രിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാവിറ്റികൾക്കകത്ത് മൈക്രോസ്പോറുകൾ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നർച്ചറിങ്ങും നറിഷ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നത് ടപ്പീറ്റം എന്ന് പറയുന്ന ലെയറാണ്. അപ്പോൾ ടപ്പീറ്റം എന്ന് പറയുന്ന ലെയർ കൊടുക്കുന്ന നർച്ചറിങ്ങും നറിഷ്മെൻറ്റും സ്വീകരിച്ചുകൊണ്ടാണ് മൈക്രോസ്പോർ സ്ട്രക്ചറുകൾ ഡെവലപ്പായി അവ മെച്യൂറായി അവ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആന്തറിൻ്റെ സ്ട്രക്ചറിനകത്ത് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം ആന്തറിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. then അത് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് 4 ലെയറുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ 4 ലെയറുകളുടെയും ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു. അതിൽ ടപ്പീറ്റം എന്ന് പറയുന്ന ലെയറിൻ്റെ ഫങ്ഷൻ അത് പ്രത്യേകം അറിഞ്ഞിരിക്കണം. അത് വൺ വേർഡായിട്ട് പലപ്പോഴും എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇനി അപ്പോൾ നെക്സ്റ്റ് നമുക്ക് തോന്നാവുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് മൈക്രോസ്പോറുകൾ ഇവിടെ ഫോം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ മൈക്രോസ്പോറുകൾ ഇവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഏറ്റവും സെൻട്രലായി കാണപ്പെടുന്ന ഈ ക്യാവിറ്റിക്കകത്താണ് മൈക്രോസ്പോറുകൾ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് മൈക്രോസ്പോറുകൾ ഡെവലപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ ആന്തർ എന്ന് പറയുന്നത് അതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജിലിരിക്കുമ്പോൾ, ഇപ്പോൾ ഫ്ലവർ പ്രീമച്ചുറായി അല്ലെങ്കിൽ ഫ്ലവർ വളർന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഗ്രോയിങ്ങിൻ്റെ പല സ്റ്റേജുകളുണ്ട്. അങ്ങനെ ആന്തറും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ സ്റ്റേജുകളിൽ ഈ സെൻട്രൽ പോർഷനിലായി നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ സാധിക്കുന്നത് സ്പോറോജീനിയസ് ടിഷ്യൂസിനെയാണ്. സ്പോറോജീനിയസ് ടിഷ്യൂസ്. ഈ സ്പോറോജീനിയസ് ടിഷ്യൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെല്ലുകളെയാണ് നമ്മൾ സ്പോറോജീനിയസ് ടിഷ്യൂസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ സ്പോറോജീനിയസ് ടിഷ്യൂസുകൾ കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് PMC. ദാറ്റ്സ് കാൾഡ് പോളൻ മദർ സെൽ.
അപ്പോൾ എന്താണ് PMC? പോളൻ മദർ സെൽ. സ്പൊറോജീനിയസ് ടിഷ്യൂസ് കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്യുന്ന മദർ സെല്ലുകളെയാണ് നമ്മൾ പോളൻ മദർ സെല്ലുകൾ എന്നറിയപ്പെടുന്നത്. ഇനി ഈ പോളൻ മദർ സെല്ലുകൾ കണ്ടിന്യൂസ് ആയി അങ്ങ് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഹാപ്ലോയിഡ് നേച്ചറുള്ള ഒരുപാട് ഡോട്ടർ സെല്ലുകളെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പോളൻ മദർ സെല്ലിന് കണ്ടിന്യൂസ് ആയി ഡിവിഷൻ സംഭവിച്ച് അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാപ്ലോയിഡ് നേച്ചറുള്ള ഡോട്ടർ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോർ. അപ്പോൾ ഇങ്ങനെയാണ് മൈക്രോസ്പോറുകൾ ഫോം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചറിനകത്ത് ഈ 4 ലെയറുകൾ കൊടുക്കുന്ന ഫങ്ഷൻസിനനുസരിച്ച് മൈക്രോസ്പോറുകൾ ഫോം ചെയ്ത് മൈക്രോസ്പോറുകൾ ഇതിനകത്തിരുന്ന് ഡെവലപ്പ് ചെയ്ത് ടപ്പീറ്റം എന്ന് പറയുന്ന ലെയർ കൊടുക്കുന്ന നർച്ചറിങ്ങും നറിഷ്മെൻറ്റും ഒക്കെ സ്വീകരിച്ച് ഈ മൈക്രോസ്പോറുകൾ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ മെച്വർ ഫോമിലേക്ക് മാറും. ആ മെച്വർ ഫോമിലേക്ക് മാറുന്ന സ്ട്രക്ചറുകളെയാണ് നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്ത് അത് മെച്വറായ പോളൻ ഗ്രെയിനായി മാറി. അപ്പോൾ ഈ സ്പോറോജീനിയസ് ടിഷ്യൂസിൽ തുടങ്ങി മൈക്രോസ്പോറുകൾ ഫോം ചെയ്ത് അതിൽ നിന്ന് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്ന ഒരു എക്സാക്റ്റ് മെച്വർ സ്ട്രക്ചറിലേക്ക് മാറുന്ന ഈ വലിയ പ്രോസസ്സിനെ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോസ്പോറോജെനിസിസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത് സ്പൊറോജീനിയസ് ടിഷ്യൂസിൽ നിന്ന് കണ്ടിന്യൂസ് ആയി ഡിവിഷൻ സംഭവിച്ച് അത് മൈക്രോസ്പോറുകളാവുകയും മൈക്രോസ്പോറുകൾ ഡെവലപ്പ് ചെയ്ത് പോളൻ ഗ്രെയിൻസായി മാറുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മൈക്രോസ്പോറോജെനിസിസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി പോളൻ ഗ്രെയിൻസായി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഈ പറയുന്ന ആന്തറിൻ്റെ 4 ലെയറുകൾക്ക് പ്രത്യേകിച്ച് ഫങ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ പോളൻ ഗ്രെയിൻസ് മെച്വറായി കഴിഞ്ഞാൽ ഈ പറയുന്ന 4 ലെയറുകളും ഡീജനറേറ്റ് ചെയ്ത് നശിച്ചു പോവുകയും അങ്ങനെ ലെയറുകൾ മൊത്തവും നശിച്ചു പോയി കഴിഞ്ഞ് പോളൻ ഗ്രെയിൻസുകൾ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ മെച്വറായ പോളൻ ഗ്രെയിൻസുകൾ ആന്തറിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഹിസൻസ് ഓഫ് ആന്തർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഡെഹിസൻസ് എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആന്തർ കൊടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന 4 ലെയറുകളും നശിച്ച് മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്ത പോളൻ ഗ്രെയിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ പുറത്തേക്ക് വരുന്നു. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെഹിസൻസ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഫോം ചെയ്ത പോളൻ ഗ്രെയിൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിൻ്റെ ഒരു ടിപ്പിക്കൽ സ്ട്രക്ചറാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ആ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ കൂടി പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുകൾ മൊത്തവും കവർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ടിപ്പിക്കൽ പോളൻ ഗ്രെയിൻ, അപ്പോൾ നമ്മളെപ്പോഴും ഒട്ടുമിക്ക ഡയഗ്രാംസിൻ്റെയും കൂടെ ഒരു ടേം യൂസ് ചെയ്യാറുണ്ട്. അതാണ് ടിപ്പിക്കൽ പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ ടിപ്പിക്കൽ എന്ന് പറയുന്ന ടേം. അപ്പോൾ മെജോറിറ്റി എന്ന് പറയുന്നതിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ടിപ്പിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ടിപ്പിക്കൽ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണ്. ഒരു ടിപ്പിക്കൽ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഒരു ഏകദേശ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാ പോളൻ ഗ്രെയിൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റൗണ്ട്, സ്പെറിക്കൽ, ഓവൽ ഷേപ്പുകളിലായിട്ടായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി പോളൻ ഗ്രെയിൻസിനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും അതിനൊരു ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പോളൻ ഗ്രെയിൻസിൽ കാണാൻ സാധിക്കുന്നത് ഒരു 2 ലെയർ ഓഫ് പ്രൊട്ടക്ഷനാണ്. ഒരു ഔട്ടർ മോസ്റ്റ് ലെയറും കാണും, അത് കഴിഞ്ഞ് നമുക്കൊരു ഇന്നർ മോസ്റ്റ് ലെയറും കാണാനായിട്ട് സാധിക്കും. അതിലെ ഔട്ടർ മോസ്റ്റ് ലെയറിൽ വരുന്ന അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സൈൻ. ഇന്നർ മോസ്റ്റ് ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റൈൻ. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേര് എക്സൈൻ, ഇന്നർ മോസ്റ്റ് ലെയറിനെ വിളിക്കുന്ന പേര് ഇൻറ്റൈൻ. ഇനി എന്താണ് എക്സൈൻ എന്ന് പറയുന്ന ലെയറിൻ്റെ ഫങ്ഷൻ? ഏറ്റവും ഔട്ടർ മോസ്റ്റായിട്ട് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ എക്സൈൻ എന്ന് പറയുന്ന ലെയറിൻ്റെ ഫങ്ഷൻ നോർമലായിട്ടും പ്രൊട്ടക്ഷൻ തന്നെയാണ്, അല്ലേ? അപ്പോൾ എക്സൈൻ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി സ്പോറോപോളിനിൻ എന്നറിയപ്പെടുന്ന ഒരു കമ്പോണൻ്റ് കൊണ്ടായിരിക്കും എക്സൈൻ എന്ന് പറയുന്ന ലെയർ നിർമ്മിച്ചിരിക്കുന്നത്.
അപ്പോൾ എന്താണ് ഈ സ്പോറോപൊളിനിൻ്റെ പ്രത്യേകത? ഈ സ്പോറോപൊളിനിൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഒരുപാടത്ത് കേട്ടിട്ടുള്ളതാണ്. സ്പോറോപൊളിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹാർഡസ്റ്റായി കാണപ്പെടുന്ന റീജിയൻസിൽ കാണപ്പെടുന്ന ഒരു മേജർ കമ്പോണൻ്റ് ആണ് സ്പോറോപൊളിൻ. അപ്പോൾ സ്പോറോപൊളിനും കൊണ്ട് എക്സൈൻ എന്ന് പറയുന്ന ലെയർ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഡിസ്ട്രക്ഷൻസിനും പോളൻ ഗ്രെയിൻസിനെ നശിപ്പിക്കാനായിട്ട് സാധിക്കാറില്ല. ഇപ്പം നമുക്കറിയാം, പോളൻ ഗ്രെയിൻസ് ഒരു ഫ്ലവറിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും അതിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ സ്റ്റിഗ്മയിലേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഡെക്സൻസ് ഓഫ് ആന്തർ എന്ന് പറയുന്ന പ്രോസസ്സ് ഇന്ന് രാവിലെ കഴിഞ്ഞെങ്കിൽ അത് ഉച്ചയ്ക്കോ വൈകുന്നേരമോ 2 ദിവസം കഴിഞ്ഞോ 3 ദിവസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരാഴ്ചകൾ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ ആ പോളൻ ഗ്രെയിൻസുകൾ അതിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ സ്റ്റിഗ്മയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അത്രയും ഡ്യൂറേഷൻ നടക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള എക്സ്റ്റേണൽ ഡിസ്ട്രക്ഷൻസും പോളൻ ഗ്രെയിൻസിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അത്രയും നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് സ്പോറോപൊളിൻ എന്ന് പറയുന്ന ഹാർഡസ്റ്റ് ആയിട്ടുള്ള കമ്പോണൻറ്റുകൾ കൊണ്ട് എക്സൈൻ എന്ന് പറയുന്ന ലെയർ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി എക്സൈന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ലെയറാണ് ഇൻറ്റൈൻ. അപ്പോൾ എക്സൈൻ്റെ അത്ര ഹാർഡ്നെസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇൻറ്റൈൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകൾ എന്ന് പറയുന്നത് പെക്റ്റിനും സെല്ലോസും ആയിരിക്കും. താരതമ്യേന എക്സൈനേക്കാൾ ഒരല്പം ഹാർഡ്നെസ് കുറവായിരിക്കും ഇൻറ്റൈന്. അപ്പോൾ ഇതാണ് പോളൻ ഗ്രെയിൻ്റെ 2 ലെയറുകളെന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറിനകത്തേക്ക് പോവുകയാണ്. ഒരു പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചറിനകത്തേക്ക് പോകുകയാണെങ്കിൽ നമുക്കതിനകത്ത് പ്രധാനമായിട്ടും 2 സെല്ലുകളാണ് കാണാൻ സാധിക്കുന്നത്. ഒന്ന് വെജിറ്റേറ്റീവ് സെല്ല്, 2 ജനറേറ്റീവ് സെല്ല്. ഒരു പോളൻ ഗ്രെയിൻ്റെ മേജർ പോർഷൻ കൺസിസ്റ്റ് ചെയ്യുന്നത് വെജിറ്റേറ്റീവ് സെല്ലായിരിക്കും. അതിൽ വളരെ ചെറിയ ഒരു മൈനർ പോർഷൻ മാത്രമായിരിക്കും ജനറേറ്റീവ് സെൽ എന്ന് പറയുന്ന സെല്ലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി എന്താണ് ഈ 2 സെല്ലുകളുടെ ഫങ്ഷൻ? ഫസ്റ്റ് വെജിറ്റേറ്റീവ് സെല്ല്. സൈറ്റോപ്ലാസ്മിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിക്വിഡ് പോലെ കാണപ്പെടുന്ന ഒരു ഏരിയയാണ് വെജിറ്റേറ്റീവ് സെല്ലുകൾ എന്ന് പറയുന്നത്. ഇനി വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ഫങ്ഷൻ ഈ ജനറേറ്റീവ് സെല്ലിന് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നർച്ചറിങ്ങും നറിഷ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ ഫങ്ഷൻ. ജനറേറ്റീവ് സെല്ലിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ജനറേറ്റീവ് സെല്ലിനകത്ത് കാണപ്പെടുന്ന സെല്ലുകൾ കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്യും. ഈ ജനറേറ്റീവ് സെല്ല് കണ്ടിന്യൂസ് ആയി ഡിവൈഡ് ചെയ്തിട്ട് ഹാപ്ലോയിഡ് നേച്ചറുള്ള 2 ഗമേറ്റുകളെ അവർ ഫോം ചെയ്യുന്നു. 2 ഗമേറ്റിനെ ഫോം ചെയ്യുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഒരു പോളൻ ഗ്രെയിനകത്തെ ജനറേറ്റീവ് സെല്ലിന് 2 ഗമേറ്റ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഒരു പോളൻ ഗ്രെയിനകത്തെ ജനറേറ്റീവ് സെല്ലിന് ഹാപ്ലോയിഡ് നേച്ചറുള്ള 2 ഗമേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് പോളൻ ഗ്രെയിൻ ആണ്, അതുകൊണ്ട് തന്നെ നമുക്കത് മെയിൽ ഗമേറ്റ് ആണ് എന്ന് പറയാം. അപ്പോൾ ജനറേറ്റീവ് സെല്ലിന് 2 മെയിൽ ഗമേറ്റ്സുകളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇനി ഈ 2 മെയിൽ ഗമേറ്റ്സുകൾ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി ഈ പോളൻ ഗ്രെയിൻസിൻ്റെ ഒരുപാട് അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചറിനകത്ത് ഒരു ടിപ്പിക്കൽ പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ആ പോളൻ ഗ്രെയിൻ്റെ ലെയറിനെ കുറിച്ച് പറഞ്ഞു. പോളൻ ഗ്രെയിൻസിന് 2 ലെയറുകളാണ് കാണാൻ സാധിക്കുന്നത്, എക്സൈന്, ഇൻറ്റൈന്. ഔട്ടർ മോസ്റ്റ് ലെയർ, ഇന്നർ മോസ്റ്റ് ലെയർ. അതിലെ എക്സൈൻ നിർമ്മിച്ചിരിക്കുന്ന സ്പോറോപൊളിനും ഇൻറ്റൈൻ നിർമ്മിച്ചിരിക്കുന്ന സെല്ലോസ്, പെക്റ്റിൻ എന്ന് പറയുന്ന കമ്പോണൻറ്റുകൾ കൊണ്ടാണ് നമ്മൾ പറഞ്ഞു. പോളൻ ഗ്രെയിൻസിനകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ട്രക്ചറിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ 2 സെല്ലുകളെ കാണാൻ സാധിക്കും. അതിൽ ആദ്യത്തെ സെല്ലാണ് വെജിറ്റേറ്റീവ് സെല്ല്, രണ്ടാമത്തതാണ് ജനറേറ്റീവ് സെല്ല്. വെജിറ്റേറ്റീവ് സെല്ലുകളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂട്രീഷൻ, നർച്ചറിങ് ആയിരിക്കും. ജനറേറ്റീവ് സെല്ലുകളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് 2 ഗമേറ്റുകളെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി പോളൻ ഗ്രെയിൻസിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റും. പോളൻ ഗ്രെയിൻസിൻ്റെ മെറിറ്റ്സിനെ നമുക്ക് പറയാൻ സാധിക്കുന്നത് അവ ന്യൂട്രിറ്റീവ് ആണ്, ഹൈലി ന്യൂട്രിറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ മെഡിക്കൽ ഫീൽഡുകളിൽ നമ്മളതിനെ ഉപയോഗിക്കാറുണ്ട് അല്ലേ. മെഡിസിൻസിൻ്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയും മെഡിസിൻസിൻ്റെ പ്രൊഡക്ഷൻസിന് വേണ്ടിയൊക്കെ നമ്മൾ പോളൻ ഗ്രെയിൻസിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. വൈറ്റമിൻ ടാബ്ലറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ഇത്രയുമാണ് പോളൻ ഗ്രെയിൻസിൻ്റെ മെറിറ്റുകൾ.
പക്ഷേ മെറിറ്റുകൾ പറയുമ്പോൾ തന്നെ നമുക്കതിനകത്ത് ഡീമെറിറ്റ്സുകളും പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കറിയാം പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓവൽ, സ്പെറിക്കൽ, റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ പോലും അത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളത് കൊണ്ട് അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള സൈസാണ് പോളൻ ഗ്രെയിൻസിൻ്റെ. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സിന് അത് ഒരുപാട് അലർജീസും ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ഇത്രയും സൈസ് കുറഞ്ഞ പോളൻ ഗ്രെയിൻസുകൾ നമ്മുടെ ബോഡിക്കകത്തേക്ക് എത്തുന്നത് വഴി ഒരുപാട് അലർജി പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസും ഉണ്ട്. ഇപ്പോൾ ക്യാരറ്റ് ഗ്രാസ് പെർത്തീമിയം എന്ന് പറയുന്ന ഒരു സ്പീഷീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതും ഇത്തരത്തിൽ ഇൻവാജിനേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്പീഷീസാണ്. അതിൻ്റെ പോളൻ ഗ്രെയിൻസ് ഹ്യൂമൻ ബീങ്സിന് ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ റെസ്പിറേറ്ററി പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമുക്കറിയാം ആസ്മ പോലുള്ള പ്രോബ്ലംസ് ഉണ്ട്, ബ്രോങ്കൈറ്റിസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ട്. അത്തരത്തിൽ വളരെ മേജറായിട്ടുള്ള റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ തന്നെ ബാധിക്കുന്ന ഒരുപാട് പ്രോബ്ലംസുകൾ ഉണ്ടാക്കാൻ പോളൻ ഗ്രെയിൻസിന് സാധിക്കും. അപ്പോൾ പോളൻ ഗ്രെയിൻസിൻ്റെ ഡീമെറിറ്റ്സും അറിഞ്ഞിരിക്കുക. അടുത്ത് വരുന്നതാണ് അലർജി, അതോടൊപ്പം വരുന്നതാണ് റെസ്പിറേറ്ററി പ്രോബ്ലംസ്. അപ്പോൾ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൻജിയോസ്പേം പ്ലാന്റ്സുകളുടെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിച്ചു, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞായിരുന്നു ഫിഗറുകൾക്ക് ഒരുപാട് പ്രത്യേകതയുള്ളൊരു ചാപ്റ്ററാണിത്. അപ്പോൾ ആ ഫിഗറുകളെല്ലാം തന്നെ നന്നായി വരച്ച് നീറ്റായിട്ട് തന്നെ വരച്ച് അത് ലേബിൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻസും നമുക്ക് നന്നായി അതിനെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരുപാട് പ്രോസസ്സുകളും ഒരുപാട് വലിയ പ്രോസസ്സുകളും അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ ഡെഫിനേഷൻസും ചെറിയ ചെറിയ ടേംസുകളും ഒക്കെ ഒരുപാടുള്ളൊരു ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ അതിൽ ഏറ്റവും ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഈ ഫിഗർ ഓറിയൻറ്റഡ് ആയിട്ട്. അപ്പോൾ അതിനകത്തെ ഫിഗറുകളെല്ലാം വളരെ നീറ്റായി വരച്ച് അതിനകത്തെ പാർട്സുകളെല്ലാം നന്നായി ലേബിൾ ചെയ്യാൻ പഠിക്കുക. പിന്നെ സ്വന്തമായി നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക. ഇന്ന് നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ഏതെങ്കിലും പോർഷൻസിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫോളോയിങ് ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ നമ്മളത് ഡിസ്കസ് ചെയ്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.